സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാകുന്നത് അവരുടെ സ്വഭാവമാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഷൈഉൻ അഫ്ദലു ഫിൽ മീസാനി മിനൽ ഖുൽഖിൽ ഹസൻ. നാളെ പാരത്രിക ലോകത്ത് നന്മയുടെ തുലാസിൽ സൽസ്വഭാവത്തെക്കാൾ കനം കൂടുന്ന മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സൽസ്വഭാവിയാണ് ഒരു മനുഷ്യൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചെറുതും വലുതുമായ ഒട്ടനേകമന്റെ സ്വഭാവത്തെ നന്നാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി അതിലൊരു വിജയം കൊയ്യാൻ സാധിച്ചാൽ അവനിക്ക് നാളെ അവന്റെ നന്മയുടെ തുലാസ് ഖനം തൂങ്ങുന്ന ഒരു നിധിക്കൂമ്പാരമാക്കി കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാം. സഹോദരങ്ങളെ, സ്വർഗപ്രവേശനം എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞത്, സ്വർഗപ്രവേശനം കഴിഞ്ഞാൽ അവിടെ ഉന്നതമായൊരിടത്ത് സ്വഭാവം നന്നായ മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലൊരു വീട് വരെ വെച്ചു കൊടുക്കുമെന്ന് അള്ളാഹിന്റെ റസൂൽ പറയാം. അന സഈമുൻ, ഞാൻ വാദിക്കും, ഞാൻ ജാമ്യം നിൽക്കുമെന്ന. എന്തിന്? ബി ബൈത്തിൻ, അല്ലാഹുവേ ഇന്നാലിന്റെ മനുഷ്യനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കണേ എന്ന്. എവിടെയാണ് സഹോദര? ബി ബൈത്തിൻ ഫി അഅലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരിടത്തൊരു വീടിന് വേണ്ടി ഞാൻ വാദിക്കാം. ആർക്ക്? ലിമൻ ഹസ്സന ഖുലുഖഹു, ആരാണോ തന്റെ സ്വഭാവത്തൊന്ന് നന്നാക്കിയത്. പാരമ്പര്യം പറഞ്ഞു കുത്തിരിക്കാനല്ല. ഞാൻ എന്റെ കുടുംബക്കാരന്റെ വാപ്പക്ക് ഇതിനേക്കാൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നാട്യം നടിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. പോരായ്മയുണ്ടോ, ബോധ്യപ്പെടുന്നുണ്ടോ ഓരോ ആഴ്ചകളിലും പലതും എനിക്ക് മാറണമെന്ന് മാറ്റാൻ സുഹൃത്തെ വിശാലമായ മനസ്സ് കാണിച്ച് ഇതുവരെ ഉണ്ടായ എല്ലാവിധ ന്യൂനതകളും വലിച്ചെറിഞ്ഞ് കേട്ടതിനനുസരിച്ച് പരിവർത്തിക്കപ്പെട്ട ഒരു സ്വഭാവത്തിനുടമയായി കൊണ്ട് മാറാൻ തീരുമാനിച്ചവനും മാറിയവനുക്കും നാളെ സ്വർഗത്തിൽ ഉന്നതമായൊരിടത്തൊരു വീടുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സ്വർഗത്തിൽ സുഹൃത്തുക്കളെ നമ്മളെ പ്രവേശിപ്പിക്കുകയും ഉന്നതമായ ഇടങ്ങളിൽ നമുക്കൊരു വീട് തന്നെ കരസ്ഥമാക്കാൻ ഉതകുന്നതാണ് നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമൻ തഹ്റുമു അലൈഹിൻ നാർ, നാളെ പരലോകത്ത് നരകം ഹറാമാക്കപ്പെടുന്ന നിഷിദ്ധമാക്കപ്പെടുന്ന 4 ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നാളെ നരകം ഹറാമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സുഹൃത്തെ പിന്നെ അവൻ എവിടേക്കാ പോകുക? അവൻ ഒരിക്കലും നരകത്തേക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെടുക്കാ പോകുക? സ്വർഗത്തേക്കല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നാളെ സ്വർഗത്തേക്ക് പോകുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടേന്നാണ്. വിജ്ഞാനപതികളായ സ്വഹാബത്ത് ഒന്നടങ്ങ് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, പറഞ്ഞുകൊണ്ട് റസൂലേ. അള്ളാഹുവിന്റെ റസൂൽ അവിടെ എണ്ണിയത് സുഹൃത്തെ ഒരു 4 സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ്. ആർക്കൊക്കെ മേലാണ് നാളെ നരകം നിഷിദ്ധമാക്കപ്പെടുന്നത്? അലാ കുല്ലി ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹ്ലിൻ. സുഹൃത്തെ 4 സ്വഭാവ ഗുണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജീവിതത്തിൽ അതുണ്ടോ എന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുകയും എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് വേണമെങ്കിൽ ഉടനെ തന്നെ വരുത്തണം എന്നതാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുന്നത്. 1ാമത്തെ സ്വഭാവ ഗുണം എന്താണെന്നറിയോ? അൽ ഹയ്യിൻ എന്നാണ്. എന്താണ് ഹയ്യിൻ എന്ന് പറഞ്ഞാൽ? അസ്സുകൂൻ വൽ വഖാർ, അഥവാ എല്ലാ കാര്യവും ഒരു അവധാനതയോടുകൂടെ ചെയ്യാം, ഒരു ശാന്തതയോടുകൂടെ ചെയ്യാം, ലാളിത്യത്തോടുകൂടെ ചെയ്യാം. എടുത്തു ചാടി ഒന്നിലും പോയി പെടാതിരിക്കുക, എല്ലാം ഒന്ന് ചിന്തിച്ചു മാത്രം ചെയ്യാം. അല്ലെ? ഓടിച്ചാടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നീട് ഖേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക. കാരണം ഇങ്ങനത്തെ ഒരു സ്വഭാവ ഗുണമുള്ള ആളുണ്ടല്ലോ, അവന്റെ അടുത്ത് ഒരുപാട് നന്മകൾ ഉണ്ടാവും. അവൻ ഒരുപാട് അബദ്ധങ്ങളിൽ നിന്നും അവൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. പലതും പറയുന്നതിന് മുൻപ് അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ കാര്യം ഈ സന്ദർഭത്തിൽ ഇന്ന രൂപത്തിൽ ഇന്ന ആളോട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് 2 തവണ ചിന്തിച്ചിട്ട് ഒരാൾ പറയും. ഒരു അവധാനതയുള്ളൊരു സ്വഭാവ ഗുണം നമുക്കുണ്ടോ? ഒരുപാട് തിന്മകളിൽ നിന്നും അവൻ ഓട്ടോമാറ്റിക്കലി സുഹൃത്തുക്കളെ അവൻ സേഫ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഒന്ന്. 2ാമത്തെ കാര്യം എന്താ പറയുക? വഖാർ. വഖാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു ഗൗരവ സ്വഭാവം എല്ലാത്തിനും കൊടുക്കുക എന്നാണ്. ഒരു ഗൗരവം നമ്മൾ എല്ലാത്തിനും കൊടുക്കുക. അഥവാ ഇപ്പൊ നമ്മളെക്കാൾ പ്രായത്തിന് മൂത്തവരെ കാണുമ്പോൾ അതിന് ഗൗരവം നമ്മൾ കൊടുക്കണം, അവരെ ബഹുമാനിക്കണം. അല്ലെ? ചെറിയവരെ കാണുമ്പോൾ അവിടെ ഒരു ഗൗരവം ഉണ്ട്. അതെന്താ? അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ഗൗരവമുണ്ട്. എന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫംശു ഇല സ്വലാത്തി വഅലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, നിങ്ങൾ പതിയെ വരണം.
ലാളിത്യത്തോടുകൂടെ പതിയെ വരണം, ഓടിച്ചാടി വരരുത്. അൽ വഖാറ് വേണം, എന്താ ഒരു ഗൗരവ സ്വഭാവം വേണം. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്കാ പോകുന്നത്, ഇത് പള്ളിയാണ്, അതിനനുസരിച്ചൊരു ഗൗരവം ഉണ്ടാകണം. എല്ലായിടത്തും നമ്മൾ ഒരേപോലെ ആകരുത്. നമ്മൾ എല്ലായിടത്തും തമാശ, എല്ലായിടത്തും എല്ലാ സദസ്സിലും ഒരേപോലെ അല്ല. ഗൗരവപ്പെട്ട സദസ്സെത്തുമ്പോൾ അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി സുഹൃത്തുക്കളെ നമ്മൾ കാണിക്കണം. അതൊരു വിശ്വാസിക്ക് സ്വർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാടാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചും മനസ്സിലാക്കിയും ആലോചിച്ചും ലാളിത്യത്തോടുകൂടെ മൃദുലതയോടുകൂടെ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാറ്റിനും ഒരു ഗൗരവം നമ്മൾ കാണുക. ദീനാവുമ്പോ അത് പറയുന്നിടത്തും ചെയ്യുന്നിടത്തും നിഷ്ഠ പാലിക്കുന്നിടത്തൊക്കെ ആ ഒരു ഗൗരവ സ്വഭാവം നമ്മൾ കാണിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അതാണ് ഏറ്റവും കൂടുതൽ അടിവരേണ്ടത്, ലയ്യിനാവുക എന്നതാണ്. ലയ്യിൻ എന്താ സുഹൃത്തുക്കളെ? ലയ്യിൻ എന്ന് പറഞ്ഞാൽ മൃദുല സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൃദുല സമീപനം എന്താ? നമ്മളെ കുറിച്ച് ഒരാൾ പോലും, അടുത്തറിയുന്ന ഒരാൾ പോലും പറയണം, ആ മനുഷ്യന്റെ അടുത്ത് വർത്താനം പറയാൻ പറ്റില്ല. എന്ത് ചെങ്ങായാണ് അയാള്, എന്ത് മനുഷ്യനാണ്, പരിക്കൻ സ്വഭാവമാണ്, ഒരു നല്ല നിലക്ക് പോയിട്ട് വർത്താനം പറയാൻ പറ്റില്ല അയാൾക്ക്. അങ്ങനെ നമ്മളെ കുറിച്ച് സുഹൃത്തെ ആത്മാർത്ഥമായി കൊണ്ട് വിലയിരുത്തുന്ന ഒരാള് നമ്മളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം. മൃദുല സമീപനം നമ്മുടെ വാക്കിലും പ്രവർത്തനത്തിലും ഒക്കെ ഉണ്ടാകണം. പ്രത്യേകിച്ച് വാക്കിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ വിടുകയാണ് റബ്ബ്. എവിടേക്കാ പറഞ്ഞേക്കണേ? ലോകം കണ്ട ഏറ്റവും വലിയ പോക്കിരിയുടെ മുമ്പിലേക്ക്. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ പച്ച കാഫിറിന്റെ മുമ്പിലേക്കാണ് വിടുന്നത് ദീനി ദഅവത്ത്. നാമകമായി കൊണ്ട് ഓതി വെച്ച സൂറത്ത് ത്വാഹയിൽ ആ ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസയോടും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണെന്ത്, നിങ്ങൾ രണ്ടുപേരും ഫിറൗന്റെ അടുക്കലേക്ക് പോകണം, അവൻ കുറച്ച് അതിര് വിട്ടിട്ടുണ്ട്, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റൂല, പോകണം. പോകുമ്പോഴോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, അവിടെ പോയിട്ട് അടിച്ച് ഫിറ്റാക്കാനല്ല പറയണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നല്ല സൗമ്യമായി കൊണ്ട് സംസാരിക്കണം, നല്ല സൗമ്യതയോടുകൂടെ സംസാരിക്കണം. എന്നാലോ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ആ സൗമ്യതയോടുകൂടി ഒരാൾ പറയുമ്പോഴേ സുഹൃത്തുക്കളെ ആളുകൾക്കൊന്ന് ചിന്തിക്കള മനസ്സന്നെ വരുള്ളൂ. എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ഒരാളോടും നമ്മൾ ഹാർഷായിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, ചട്ടപ്പട്ടയെന്നുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ, എന്താ ഈ ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അയാൾക്ക് ഉണ്ടാവൂല, അയാൾക്ക് അത് ഉണ്ടാവൂല. അയാൾക്ക് എപ്പോഴുണ്ടാകാന്നറിയോ? ഒന്നിനെ മാറി കണ്ട് എന്താണ് ചെയ്തെന്ന് ചോദിക്കുമ്പോ ഒരു ചിന്തിക്കട സ്കോപ്പോടെ കൊടുക്കുമ്പോഴേ സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ കാണണം. ശത്രുവിനോട് പോലും ഈ സമീപനം വെച്ച് പുലർത്തണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളോട് എത്ര ലാളിത്യത്തോടുകൂടെ സൗമ്യതയോടുകൂടെ നമ്മൾ സംസാരിക്കണം, ചിന്തിക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ പോക്കിരിയോട് പോലും സൗമ്യത വിട്ട് അപ്പുറത്ത് നീ സംസാരിക്കരുതെന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോ അവന്റെ അടിമകളായ അടിയാർച്ചികളായ വിശ്വാസികളോട്, വിശ്വാസിനികളോട്, സഹോദര ഞാനും നിങ്ങളും എത്ര സുന്ദരമായി കൊണ്ട് സംസാരിക്കണം. അതുകൊണ്ട് മൃദുലമായ സമീപനം ഉണ്ടാകണം. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നവർ സ്വർഗം വേണ്ടേ സുഹൃത്തെ? സ്വർഗം വേണ്ടേ? പറ്റൂല എന്നാ പറയണം അല്ലെ? ഭാര്യയോട് കയർക്കുന്നവർ, ഭർത്താവിനോട് നേരത്തെ കയർത്ത് സംസാരിക്കുന്നവൾ അല്ലെ, മക്കളോട് മൃദുലതയില്ലാത്ത ഹാർഷായ പരിക്കൻ സമീപനം വെച്ച് പുലർത്തുന്നവർക്ക് എങ്ങനെയാ സഹോദര സ്വർഗം ആഗ്രഹിക്കുന്നതിൽ എന്തവസ്ഥയാണുള്ളത്, എന്തർഹതയാണുള്ളത്? സ്വർഗം വേണോ? ആ ഒരു ഏരിയ ശ്രദ്ധിക്കണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തട്ടിക്കേറി സംസാരിക്കണ്ട, ഇവിടെ ഒന്നും നടക്കൂല, ഒരു റിസൾട്ട് ഉണ്ടാവൂല. മൃദുലത വിട്ടിട്ടുള്ള സംസാരത്തിന് ഒരു റിസൾട്ട് ഉണ്ട്. അതിൽ കുറച്ച് ഒച്ച വെക്കാണെന്നതിനപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല സുഹൃത്തെ. നമ്മുടെ കുറച്ച് ദേഷ്യങ്ങൾ ഇറങ്ങിപ്പോയി എന്നതിനപ്പുറത്ത് ഒന്നും നേരാകാൻ പോകുന്നില്ല. ഭാര്യക്ക് പ്രശ്നമുണ്ടോ? കുറച്ച് കയർത്ത് സംസാരിച്ചുകൊണ്ട് നേരാവില്ല. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ? കയർത്തത് കൊണ്ട് അവിടെ ഒന്നും നടക്കാൻ പോകില്ല. തെറ്റ് തിരുത്തുമ്പോൾ പോലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സുന്നത്ത് അനുധാവനം ചെയ്യാനുണ്ട് കൂട്ടരെ, സുന്നത്ത് അനുധാവനം ചെയ്യാനുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുമ്പോൾ പള്ളിയിലേക്ക് വന്നിട്ട് ഒരു അനർബിയെ ഒന്ന് മൂത്രണ്ട് ഒഴിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. സ്വഹാബത്ത് ചാടി എണീറ്റു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ വിട്, അദ്ദേഹം അത് കഴിയട്ടെ. അങ്ങനെ അദ്ദേഹം മൂത്രമൊഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ മെല്ലെ കൂടി വിളിച്ചു. മെല്ലെ പുഞ്ചിരി തൂകിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ ദഅാഹു ഫഖാല ലഹു, അദ്ദേഹം വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിന് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള സംസാരം അള്ളാഹിന്റെ റസൂലോട് നിർവഹിച്ചു. തെറ്റാണ് ചെയ്തത്,
പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുക എന്ന വലിയ അപരാധമാണ് ചെയ്തത്. പക്ഷെ അനറബിയിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നിലപാട്. അള്ളാഹുവിന്റെ റസൂൽ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലിഹു ലിശൈഇൻ മിൻ ഹാദിൽ ബൗൽ. ഇത് പള്ളിയല്ലേ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ മൂത്രയിക്കാൻ പറ്റും? ഞങ്ങൾ വലിയൊരു ആരാധന സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഏരിയല്ലേ, ഇവിടെ ഈ നിലക്കുള്ള മലിനപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ കാര്യം ബോധ്യപ്പെടുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളൊക്കെ തിരുത്തിയത് അങ്ങനെയാണ്. എന്തെല്ലാം തെറ്റുകൾ ചെയ്ത ആളുകളെ മുമ്പിൽ വന്നിരിക്കുന്നത്, എന്തെല്ലാം തെറ്റുകൾ ചെയ്തു വന്ന ആളുകളെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരാളെ പോലും പേര് വിളിച്ചിട്ട് അള്ളാഹു റസൂൽ ഹാർഷായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമാനത്തെ ധ്വംസിക്കുന്ന രൂപത്തിൽ ഇടപെട്ടിട്ടില്ല. ആരും അറിയാത്ത പോലെ ആ പ്രവാചകൻ മിമ്പർ എന്ന് പോലും സംസാരിക്കുക. എന്താ ചില ആളുകളുടെ ഒക്കെ ഒരു കഥ എന്ന് പറയാ, മാ ബാലു അക്വാമിൻ, എന്താ ചില മനുഷ്യന്മാരുടെ ഒക്കെ ഒരു അവസ്ഥ, അവരിപ്പോ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യണത്. ആർക്കെങ്കിലും മനസ്സിലായോ? ആരെ കുറിച്ചാ പറഞ്ഞെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? താഴെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം പ്രവാചകൻ എന്നെയാണ് ലക്ഷ്യം വെച്ചതെന്ന്. പക്ഷെ പ്രവാചകൻ അങ്ങനെയാ തിരുത്തിയത്. ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ വളരെ ക്ലിയർ ആയിക്കൊണ്ട് നമ്മുടെ ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്താ അറിയോ, ഒരു തെറ്റ് തിരുത്തുമ്പോൾ പോലും, എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും മൃദുലത വിട്ട് അപ്പുറത്തേക്ക് ചലിക്കണ്ട എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ട് സ്വഹാബാക്കൾ പറഞ്ഞത്, ഇത്ര നല്ലൊരു അധ്യാപകനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താ അധ്യാപകന്റെ റോള്? പഠിപ്പിക്കൽ മാത്രമല്ല, തെറ്റ് തിരുത്തൽ കൂടെയാണ്. അതാ ആ ഒരു കാര്യം സുഹൃത്തുക്കളെ എല്ലാവരോടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്താണെന്ന്, ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തിടപഴകുന്ന എന്നാണ്. അടുത്തിടപഴകുക അതെന്താ? എല്ലാവരെയും ചേർത്ത് നിർത്തുക. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന മൈൻഡ് എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ ഇന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാന്റെ റസൂല് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഓരോരുത്തരും കാണുമ്പോൾ പ്രവാചകൻ ആ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പുഞ്ചിരി തൂകും, എല്ലാവരോടും സലാം പറയും, എല്ലാവരോടും കുശലാന്വേഷണം നടത്തും. ഒരു ചെറിയ കുഞ്ഞു പൈതൽ, ഒരു കിളിക്കുട്ടി ചത്തുപോയി. ചെറിയൊരു കുട്ടിന്റെ കയ്യിലുണ്ടായിരുന്ന അവന് താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കിളിക്കുട്ടി എന്താക്കി ചത്തുപോയപ്പോ അള്ളാന്റെ റസൂൽ ആ കുട്ടിയെ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ട് വർത്താനം പറഞ്ഞ സംഗതി ഉണ്ട്. ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അവനെ ആശ്വസിപ്പിക്കുന്ന പ്രവാചകൻ നമുക്ക് കാണാൻ കഴിയും. ചേർത്ത് പിടിക്കാൻ സുഹൃത്തുക്കളെ, അല്ലെ? ചെറിയ കുഞ്ഞുങ്ങൾ പോലും പ്രവാചകന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു. ഒരാളെ പോലും പ്രവാചകൻ മിസ്സാക്കിയിട്ടില്ല, ആരെയും അകറ്റിയിട്ടില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തി. എല്ലാവർക്കും പരസ്പരം പറയാൻ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു തോന്നണമെങ്കിൽ ഓരോരുത്തരെയും പ്രവാചകൻ എങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. അവിടെ പണല്ല സുഹൃത്തെ, അവിടെ എന്താണ്? ചേർത്ത് പിടിക്കലിന്റെ അടുത്ത് അവന്റെ പണമോ സമ്പാദ്യമോ കുലീനതയോ ഭൗതിക വിഭവങ്ങളോ ഒന്നും മാനദണ്ഡമല്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയണമെന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജറക്കൊരുങ്ങുന്ന സമയത്ത് കൈ പിടിക്കണതാരെന്നറിയോ? ഇബ്നു ദുഗിന്ന എന്ന് പറയുന്ന ഒരു ജൂതം വന്നിട്ട് കൈ പിടിച്ചിട്ട് പറയാ, ഇന്ന മിസ്ലക യാ അബാ ബക്രിൻ ലാ യഖ്റുജു വലാ യഖ്റജ്. നിങ്ങളെപ്പോലത്തുള്ള ആളുകൾ നാട് വിട്ടു പോവുകയാണ്, നിങ്ങൾ ആരും ഇവിടുന്ന് പുറത്താക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ജൂതൻ, ശത്രു പാളയത്തിലൊരു മനുഷ്യൻ വന്നിട്ട് കൈ പിടിച്ച് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരൊന്നും പോകാൻ പാടില്ല, അയൽവാസിയാ. അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്റെ ഏറ്റവും വലിയ നഷ്ടം അബൂബക്കർ എന്ന് പറയുന്ന ഒരു അയൽവാസി എനിക്ക് ഇല്ലാതാകലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്ങനെ സാധിച്ചു സുഹൃത്തേ ഇത്? എങ്ങനെ സാധിച്ചു? ആ ഇടപഴകൽ അത്രയും സിമ്പിളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസികളും അങ്ങനെയാകണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അകറ്റാൻ ഒരു പണിയില്ല സുഹൃത്തുക്കളെ, അകറ്റാൻ ഒരു പണിയില്ല. ചീത്ത പറയാൻ എളുപ്പമാണ്. എല്ലാവരും നമ്മളെ വീട്ടിനെ ഒഴിവാക്കി പോകുന്ന രൂപത്തിലുള്ള സമീപനം വെച്ചു കൊടുത്താൽ ഒരു പ്രശ്നമല്ല. പക്ഷെ എല്ലാവരും ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് അധ്വാനമുണ്ട്. ആ അധ്വാനത്തിനാണ് പടച്ചുവിട്ട് തരുന്ന സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വഭാവത്തെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു നാസ വയസ്ബിറു അലാ അദാഹും ഖൈറു മിനൽ ലദീ ലാ യുഖാലിതു നാസ വലാ യസ്ബിറു അലാ അദാഹും. ഏറ്റവും ഉത്തമനായ വിശ്വാസി ആരാന്നറിയാം? ജനങ്ങളുമായി കൊണ്ട് ഇടപഴകി ജീവിക്കുന്നവനാണ്. ഇടപഴകി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അവരിന്ന് പല പ്രയാസങ്ങളും ഉണ്ടാകും. അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ ദീനൊക്കെ കിട്ടി ഉഷാറായി നമ്മളൊരു പള്ളിന്റെ മൂലയിലും വേറൊരാളിലായിട്ടൊരു ബന്ധമല്ലാതെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗമായിട്ട് നടക്കാനുള്ളതൊന്നല്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് എല്ലാവരിലേക്കും ഇറങ്ങണം. അവർക്ക് ആരാ ദീൻ എത്തിച്ചു കൊടുക്കുക?
എല്ലാവരെയും ഇങ്ങനെ അകറ്റം ഭയങ്കര സുഖമായിരിക്കും സുഹൃത്തുക്കളെ. ആ ആളുകൾക്ക് ആരെ ദീനെത്തിച്ചു കൊടുക്കാൻ? നമ്മളല്ലേ ദീനെത്തിച്ചു കൊടുക്കേണ്ടത്? ആ ചുമതല നമുക്കല്ലേ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കച്ചവടം ചെയ്യുക, അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ കണ്ടിട്ട് ഇസ്ലാമിന്റെ മാധുര്യം നുകർന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണുള്ളത്. ഒരു ദഅവത്തും നടത്തിയിട്ടില്ല.